സഭാ തത്വശാസ്ത്രം, സഭാജ്ഞാനീയം എന്ന വിഷയം സംബന്ധിച്ചുള്ള നമ്മളുടെ പഠനം മൂപ്പന്മാരെ കുറിച്ച് അഥവാ അധ്യക്ഷന്മാരെ കുറിച്ച്, ഇടയന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ്. 4 വിധത്തിലുള്ള ഇടയന്റെ യോഗ്യതകളിൽ അഥവാ മൂപ്പന്റെ അധ്യക്ഷന്റെ യോഗ്യതകളിൽ 2 ഭാഗം നമ്മൾ പഠിച്ചു. വ്യക്തിപരമായ യോഗ്യതകൾ, സാമൂഹിക യോഗ്യതകൾ. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സ്പിരിച്വൽ ക്വാളിഫിക്കേഷനാണ്, ആത്മീയ യോഗ്യതകളെ കുറിച്ചാണ്. ഏതാണ്ട് 6 കാര്യങ്ങളാണ് തിമത്യോസിന്റെ അതുപോലെ തീത്തോസിന്റെ ലേഖനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. സ്പിരിച്വൽ ക്വാളിറ്റി, ആത്മീയ യോഗ്യതകൾ. ഒന്നാമത്തത് തീത്തോസ് 1:8 പറയുകയാണ്, ഇടയൻ അഥവാ ബിഷപ്പ് അഥവാ മൂപ്പൻ സൽഗുണപ്രിയൻ ആയിരിക്കണം എന്ന് പറയും. പൗലോസ് പറയാണ് തീത്തോസിനോട്, നീ സൽഗുണപ്രിയനായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങൾ ചെയ്യുകയും അതിനോട് പ്രിയമുള്ളവനായും നീ ജീവിക്കേണ്ടതാണ്. അഥവാ ഒരു ഇടയൻ, ഒരു അധ്യക്ഷൻ, ഒരു മൂപ്പൻ സൽഗുണപ്രിയനായിരിക്കും. സൽഗുണം ചെയ്യണം, സൽഗുണത്തോട് പ്രിയമുള്ളവനായിരിക്കണം എന്നാണ് അർത്ഥം. ചിലർ വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിശബ്ദരായി പോകുന്നവരെ നമ്മൾ കാണാറുണ്ട്. കുഴപ്പമില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുന്നവരല്ല. ഗുണങ്ങളെ, നല്ല ഗുണങ്ങളോട് താതാമ്യപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ജനത്തെ ഉത്സാഹിപ്പിക്കുകയും സ്വജീവിതത്തിൽ അത് ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് സൽഗുണപ്രിയൻ. തീത്തോസ് 1:8 രണ്ടാമത്തതെ കുറിച്ച് പറഞ്ഞു, പക്വതയുള്ളവരായിരിക്കണം, മെച്ചുവർ ആയിരിക്കണം ഒരു ഉപദേശകൻ. പക്വതയുള്ളവരുടെ രീതി നമുക്കറിയാം. ഒരു വിഷയത്തോടുള്ള നമ്മുടെ സമീപനം പക്വതയോടു കൂടിയുള്ളത് ആയിരിക്കണം. ആത്മീയ പക്വതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യനെ മനുഷ്യരായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്വതയുടെ ആദ്യത്തെ ലക്ഷണം. നമ്മൾ ഏതൊരു വ്യക്തി, ഏതൊരു വിശ്വാസികളെ നമ്മുടെ കീഴിൽ ദൈവം നമുക്ക് മേയ്ക്കാൻ തന്ന, അല്ലെ നമുക്ക് നടത്താൻ തന്ന, നമുക്ക് ഒരുമിച്ച് നടക്കാൻ തന്ന ഏതൊരു ആടിനെയും, ഏതൊരു വിശ്വാസിയും, ഏതൊരു വ്യക്തിയെയും നമ്മൾ എങ്ങനെയാണ് അവരോടുള്ള ഇടപെടൽ എന്ന് ചോദിച്ചാൽ പക്വതയുള്ള ഇടപെടലുകൾ ആയിരിക്കണം എന്നാണ് പൗലോസ് 1 തിമോഥെയോസ് 3:6 പറയുന്നു. 1 തിമോഥെയോസ് 3:6. ഇനി തീത്തോസ് 1:8 വന്നാൽ വീണ്ടും നമ്മൾ കാണുന്നു, നീതിമാൻ ആയിരിക്കണം. ഒരു പാസ്റ്റർ നീതിപൂർവം ഇടപെടണം, നീതിമാൻ ആയിരിക്കണം. നീതിമാൻ എന്ന പേരിന് വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരാ, ഞാൻ നീതിമാനാണെന്ന് സ്വയം പറഞ്ഞാൽ പോരാ. നീതിപൂർവം ഇടപെടാത്ത ഒരാളും നീതിമാൻ ആകയില്ല. അതുകൊണ്ട് നീതിപൂർവം ഇടപെടണം, എല്ലാവരോടും നീതിപൂർവം ഇടപെടണം, നീതിക്ക് വേണ്ടി നിൽക്കണം, നീതിക്ക് വേണ്ടി ദാഹിക്കണം, നീതി ചെയ്യണം, നീതിയെ കുറിച്ച് പഠിപ്പിക്കണം, നീതിപൂർവമല്ലാത്ത ഇടപെടലുകളെ തടയണം, നീതിപൂർവമല്ലാത്ത സംസാരങ്ങളെ തടയണം, ജനത്തെ നീതിപൂർവം മുന്നോട്ട് നയിക്കണം. പരസ്പരം ജനവും പാസ്റ്ററും അല്ലെങ്കിൽ ആടുകളും ഇടയനും തമ്മിൽ നീതിപൂർവമായ ഒരു ബന്ധം ഉടലെടുക്കണം. അപ്പൊ നീതിമാൻ ആയിരിക്കണം എന്ന് പറയും. തീത്തോസ് 1:8 വീണ്ടും ആവർത്തിക്കുന്നു, നിർമ്മലൻ ആയിരിക്കണം, മലിനപ്പെടാത്തവൻ. മലിനമായ ചിന്തകൾ, മലിനമായ പ്രവർത്തികൾ, മലിനമായ വാക്കുകൾ, മലിനമായ ഇടപെടലുകൾ എല്ലാ മേഖലകളിലും, ശാരീരിക, മാനസിക, ആത്മീക, സാമൂഹ്യ, കുടുംബ, സഭാ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നിർമ്മലനായി മാറാനായിട്ട് കഴിയണം. അപ്പൊ 4ാമത്തെ യോഗ്യത നിർമ്മലൻ എന്നുള്ളതാണ്. ഇനി അടുത്തത് 1 അധ്യായത്തിന് 9 വാക്യം അഥവാ തീത്തോസ് 1:9 പറയുന്നു, വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. മനസ്സിലായ പറഞ്ഞേ? വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ദൈവവചനം, വിശ്വാസ്യമായ ദൈവത്തിന്റെ വചനം നാം പഠിപ്പിക്കുന്ന, നാം പ്രസംഗിക്കുന്ന, നാം പറയുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ മൂപ്പൻ അഥവാ പാസ്റ്റർ അഥവാ ഇടയൻ വചനത്തെ
മുറുകെ പിടിക്കുന്നവൻ, ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവനായിരിക്കണം. വചനം നമ്മൾ പറയല്ലേ, വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ വചനാനുസൃതമല്ലാത്ത പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ച് പുതിയ നിയമ ഉപദേശങ്ങളിലൂടെ അല്ലാത്ത യാതൊരു ഇടപാടുകൾക്കും യാതൊരു രീതികൾക്കും നമ്മൾ പോകാനോ ഇടപെടാനോ പാടില്ല. അത് വിട്ട് ആരെങ്കിലും സഹായിക്കാനോ ആർക്കെങ്കിലും വേണ്ടി ഓശാന പാടാനോ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. വചനമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. വചനത്തിൽ അനുസൃതമായി നമ്മൾ ശുശ്രൂഷ ചെയ്യണം. വചനത്തിന് അനുസൃതമായി ജനത്തെ നയിക്കണം. വചനത്തിന് അനുസൃതമായി മാത്രം ജനത്തോട് സംസാരിക്കണം. വചനമായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസിപ്പിൾ വചനമായിരിക്കണം. അപ്പോൾ വിശ്വാസ വചനത്തെ എന്ത് ചെയ്യണം? വിശ്വാസ്യമായ ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ്. മുറുകെ പിടിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അയച്ചാൽ, നമ്മൾ ഈ വചനം വിട്ട് പതിയെ അയച്ചയച്ചു കൊടുത്താൽ പ്രശ്നം അത് നഷ്ടപ്പെട്ടു, ആട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ അവരെ നയിക്കാനായിട്ട്, അവരെ കൊണ്ടുപോകാനായിട്ട്. 1 തിമോഥെയോസ് 3:2 നമ്മൾ ആവർത്തിച്ച് കാണുന്നു, ഉപദേശിപ്പാൻ സമർത്ഥൻ ആയിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥൻ. നമുക്കറിയാം, നമ്മുടെ ആളുകളെല്ലാം ഉപദേശിപ്പാൻ സമർത്ഥനൊക്കെയാണ്. പക്ഷേ ആദ്യ ഉപദേശം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഉപദേശിക്കാൻ സമർത്ഥനാകാൻ കഴിയില്ല. ഉപദേശിപ്പാൻ നമ്മൾ സമർത്ഥരായിരിക്കണം. നന്നായിട്ട്, അതായത് ഡോക്ട്രിൻ ക്ലിയർ ക്രിസ്റ്റലായിട്ട് പറയാന്നുള്ളത്. അല്ലാതെ നമ്മൾ കുറെ എലക്വൻസി എന്നുള്ള അർത്ഥത്തിലല്ലേ. സമർത്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഭയങ്കര സാമർത്ഥ്യമുള്ളവനാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരെയും അടിച്ചിരുത്തുന്ന അങ്ങനത്തെ അതല്ല. ഡോക്ട്രിനെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം. വചനം അറിവുള്ള ആളായിരിക്കണം. ഡോക്ട്രിൻ അറിയണം. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളെ കൃത്യമായും മനസ്സിലാക്കി വായിച്ച് പഠിച്ച് അതിനെ ഗ്രഹിച്ച് അത് മനഃപ്പാഠം ചെയ്ത് ഏതൊരു സാഹചര്യത്തിലും ഏതൊരിടത്തും കൃത്യമായി വചനത്തിന്റെ ഉപദേശങ്ങളെ അവതരിപ്പിക്കാൻ പറയാൻ കഴിയുന്ന നിലകളിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ആ നിലകളിലുള്ള ഒരു യോഗ്യത നമുക്കുണ്ടാകും. നമ്മൾ വചനം തപ്പി പോകരുത്. എന്താ ചെയ്യണമെന്ന് അറിയാൻ നിൽക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപദേശം, ഡോക്ട്രിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപദേശിപ്പാൻ ശ്രമം, ഡോക്ട്രിൻ പറയാൻ, ഉപദേശം പറയാൻ, വചനം കൃത്യമായി ജനത്തോട് പറയാൻ നമ്മൾ സമർത്ഥരായിരിക്കണം എന്ന്. അത് വാക് സാമർത്ഥ്യമല്ല. വാക് സാമർത്ഥ്യം കൊണ്ടല്ലല്ലോ മോശ ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമി നടത്തിയത്. അപ്പോസ്തലനായ പൗലോസ് പോലും പ്രഗത്ഭനായ ഒരു പ്രസംഗകനായിരുന്നില്ല. ഒരു എലക്വന്റ് പ്രീച്ചർ ഒന്നും ആയിരുന്നില്ല പൗലോസ്. പത്രോസ് ഒരു എലക്വന്റ്, ഒരുപക്ഷെ പത്രോസ് പൗലോസിനേക്കാൾ മികച്ച പ്രഭാഷകനായിരുന്നു. ഏറ്റവും മികച്ച പ്രഭാഷകൻ അപ്പല്ലോസാണ്. അതിനെ അങ്ങനെ പഠിക്കുമ്പോൾ സ്തെഫാനോസിനൊക്കെ ഒത്തിരി താഴെയാണ് പത്രോസും പലപ്പോഴും അപ്പോസ്തലനായ പൗലോസിനെയൊക്കെ നമ്മൾ അത് പ്രസംഗത്തിന്റെ രീതി പഠിക്കും. അപ്പോൾ പ്രഭാഷണത്തിന്റെ ചാരുത ഏറ്റവും നല്ലതാണ്, ആളുകളെ ആകർഷിക്കും. പക്ഷേ നമ്മുടെ പ്രഭാഷണത്തിന്റെ ചാരുതയല്ല വിഷയം. നമ്മൾക്ക് ഉപദേശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവും അത് പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യം. മനസ്സിലായി പറഞ്ഞത്? അത് പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യം. ഒരാളെ നമ്മൾ ഇടപെടുമ്പോൾ, ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു വിശ്വാസിയോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുവിശ്വാസിയോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഉപദേശം സംബന്ധിച്ച് അറിവില്ലാതെ നമ്മുടെ അനുഭവം അല്ല പറയുന്നത്. എൻ്റെ അനുഭവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ല. ഞാനിങ്ങനെ ആയിരുന്നു, അങ്ങനെ അതല്ല. അത് അനുഭവം. അതുകൊണ്ട് ആർക്കും ഗുണമൊന്നുമില്ല. നമ്മൾ പറയും അനുഭവം നല്ലതാണ്, ആളുകളെ ഇൻസ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. ആളുകളെ ഒന്ന് 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 ഉണർത്താം, അതിനപ്പുറത്തേക്ക് അതിന് കഴിയില്ല. പക്ഷെ വചനത്തിനാണ് പ്രാധാന്യം. ഒരാളെ നമ്മൾ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് വചനം പറഞ്ഞിട്ടായിരിക്കണം. ഡോക്ട്രിൻ കൃത്യമായിട്ട് കൊടുക്കാൻ ഒരു ഉപദേശി, സഭയിൽ ഉപദേശം പറയാൻ കഴിവില്ലാത്ത ഒരാളാണ് വിടരുത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യം എന്തെന്നറിയാമോ? വചനം കൃത്യമായിട്ട് എടുത്തില്ല. പ്രസംഗം അറിയാവുന്നവനല്ല ഉപദേശിയാകേണ്ടത്, വചനം അറിയാവുന്നവനായിരിക്കണം ഉപദേശിയാകേണ്ടത്. പ്രസംഗം അറിയാവുന്നയാളല്ല ഉപദേശി. പ്രസംഗം അറിയാവുന്നവൻ പ്രസംഗകനായിക്കോട്ടെ, പ്രസംഗം അറിയാവുന്ന ആൾ സുവിശേഷ പ്രസംഗം നടത്തിക്കോട്ടെ. പക്ഷേ ഡോക്ട്രിൻ ഉപദേശം അറിയാവുന്നയാളായിരിക്കണം ഉപദേശിയാണ്. അപ്പൊ ഇടയനാകണമെങ്കിൽ ഡോക്ട്രിൻ അറിഞ്ഞിരിക്കണം, ഉപദേശം അറിഞ്ഞിരിക്കണം. അതാണ് ഉപദേശിക്കുക. അപ്പം അത് സാമർഥ്യത്തോടെ പറയുക, അത് സമർത്ഥിച്ചു പറയുക, കൃത്യമായി പറയുക. 6 യോഗ്യതകൾ ഞാൻ പറഞ്ഞു. സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി: സൽഗുണപ്രിയൻ, പക്വതയുള്ളവൻ, നീതിമാൻ, നിർമ്മലൻ, വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവൻ,
ഉപദേശിപ്പാൻ സമർത്ഥൻ. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് അതിൽ നിന്ന് ആശയങ്ങളെ രൂപപ്പെടുത്തണം. അതിനനുബന്ധമായി അതിന് ശേഷവും മുകളിലും പറയുന്ന വാക്യങ്ങളെ കൂടെ ചേർത്ത് പഠിക്കണം. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി നാലാമത്തെ കാര്യം, ഇച്ഛാപരമായ യോഗ്യതകൾ. ഇച്ഛാപരമായ യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയായിരിക്കണം നമ്മൾ ഇതിനോടുള്ള സമീപനം, ശുശ്രൂഷയോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നുള്ളതാണ് ഈ ഇച്ഛാപരമായ യോഗ്യതകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ശുശ്രൂഷയോടുള്ള നമ്മുടെ സമീപനം എന്താ, അതിനോടുള്ള നമ്മുടെ മനസ്സെന്ന് പറയാം. മനസ്സുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്, മനസ്സെങ്ങനെയാണ്? അതിന് ഞാൻ ഒരു വാക്യം തരാം. 1 പത്രോസ് 5:2. 1 പത്രോസ് 5:2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യമാണ്, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ എന്ന് പറയും. അപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒന്ന്, മനഃപൂർവമായി ചെയ്യണം. മനഃപൂർവമായി, ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കർത്താവിന്റെ ദാസൻ ഈ ക്ലാസ്സുകളിലൂടെ തരുന്നു. പലരെയും നിർബന്ധിക്കാറുണ്ട്, പക്ഷേ നിർബന്ധം കൊണ്ട് ആരും കയറുകയില്ല. പിന്നെ എങ്ങനെ ചെയ്യണം? മനഃപൂർവമായിട്ട് വേണം. നമുക്ക് വചന പഠനമാണെങ്കിലും ആരാധനയാണെങ്കിലും ആത്മീയ ശുശ്രൂഷയാണെങ്കിലും നമുക്കൊരു പദവിയിൽ എവിടെയായിട്ട് മനഃപൂർവമായി ചെയ്യണം. കണ്ടോ? അത് ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമാണ്. ദൈവഹിതത്തിന് അനുസൃതമായി മനഃപൂർവ്വം നമ്മൾ ചെയ്യണം. അവിടെ നമുക്കൊരു ദുരാഗ്രഹം ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് കൃത്യമായിട്ട്. അപ്പം ഇച്ഛാപരമായ യോഗ്യതകൾ ഒന്ന്, മനഃപൂർവമായി വേണം ഇടയ ശുശ്രൂഷ ചെയ്യാൻ, ആഗ്രഹത്തോടു കൂടി വേണം ചെയ്യാൻ. അതിൽ ആരുടെ നിർബന്ധം വരുത്. ഈ പലപ്പോഴും ബൈബിൾ സെമിനാരികളൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ബൈബിളെ പഠിച്ചിട്ടുള്ളവർ, അവിടെ ഒത്തിരി കുട്ടികൾ പഠിക്കാൻ വരും. 50 പേര് പഠിച്ചാൽ അതിനകത്ത് ഒരു 10-15 പേരാണ് പ്രയോജനപ്പെടുന്നത്. ദൈവവേല പിന്നെ കാണത്തുള്ളൂ. ബാക്കി 35 ജോലിക്ക് പോകും, അല്ല മറ്റു കാര്യങ്ങൾക്ക് പോകും. കുഴപ്പമില്ല. എന്നാൽ ജോലിയോട് അനുബന്ധമായി ശുശ്രൂഷ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. ഈ 35 ചിലപ്പോൾ ഒരു 10 പേര് ജോലിയോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യും. എന്നാൽ പകുതിയോളം പേര് മിക്കവാറുമൊക്കെ ശുശ്രൂഷയിൽ നിന്നല്ല, അവർ വല്ലപ്പോഴും പള്ളി പോകുന്നവരായിട്ട് മാറും. വചനം പഠിച്ചവരായിരിക്കും 2-3 വർഷം. അതിന്റെ കാരണം എന്ന് പറയും, അവരുടെ കുഴപ്പമല്ല, നമ്മൾ അവരെ കുറ്റം വിധിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ഈ വിളിയും തെരഞ്ഞെടുപ്പൊന്നുമില്ല. ദൈവം അവരെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച് വേർതിരിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് പ്രശ്നം വെച്ചാൽ ഇവരെ വീട്ടുകാർ നേർന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ പാസ്റ്റർ പറഞ്ഞു നീ ബൈബിളൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു വിടുന്നവൻ, അവരെ നമ്മൾ വഴക്ക് പറയുകയേ ചെയ്യരുത്. കാരണം അവർക്കിത് ഇത്രേ പറ്റൂ. അവർ നിർബന്ധിച്ച് നമ്മൾ വിടുകയല്ല, നമ്മൾ നിർബന്ധത്താൽ ചെയ്യണം. സ്വയം നിർബന്ധിക്കണം. നീ പോകണം, ചെയ്യണം എന്ന് സഭക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ നിർബന്ധിച്ചല്ല, നാം നമ്മെ തന്നെ നിർബന്ധിച്ചു വിടും. അതാണ് ഇവിടെ മനഃപൂർവ്വം എന്നുള്ള അർത്ഥത്തിൽ. നാം നമ്മെ തന്നെ നിർബന്ധിക്കണം. നീ പ്രാർത്ഥിക്കാൻ പോകണം, നീ ഇന്നെടുത്ത് ചെയ്യണം, നീ പ്രസംഗിക്കണം, നീ ഇത് ചെയ്യണം, നീ സുവിശേഷം പറയണം എന്ന് നാം നമ്മെ തന്നെ നിർബന്ധിക്കണം. അല്ലാതെ വേറൊരാളുടെ നിർബന്ധം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. സ്വയം നമ്മൾ നിർബന്ധിക്കപ്പെടണം. നമ്മുടെ അകത്ത മനുഷ്യൻ നമ്മുടെ ജഡത്തെ മുന്നോട്ട് നയിക്കണം. നമ്മുടെ ജഡം നമ്മുടെ അകത്ത മനുഷ്യനെയല്ല, നമ്മുടെ അകത്ത മനുഷ്യനാൽ നാം നമ്മുടെ ശരീരം നിയന്ത്രിക്കപ്പെടുന്ന ആ മനഃപൂർവമായ താല്പര്യത്തോടു കൂടി ചെയ്യണം. അടുത്തത്, ഉന്മേഷത്തോടെ ചെയ്യണം. നമ്മൾ അങ്ങനെ ഉന്മേഷം നമുക്കറിയാം. പരസ്യമൊക്കെ കാണും, പലതും ബൂസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജറ്റിക് ആയിട്ട് ചെയ്യണം. അവൾ പറയല്ലേ, ഓ ആടി തൂങ്ങി ഒരു ഭയങ്കര മടുപ്പാ എന്ന് ആരെ കൊണ്ടും പറയിക്കരുത്. ദൈവിക ശുശ്രൂഷയിൽ നമ്മൾ ഉന്മേഷത്തോടെ, നമ്മൾ ഉന്മേഷം ഉണ്ടെങ്കിലേ. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാം, ചില ടീച്ചർമാർ ഇങ്ങനെ വന്ന് ആടി തൂങ്ങി പഠിപ്പിക്കും. നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില ടീച്ചേഴ്സ്, ചില സാറുമാർ ഇങ്ങോട്ട് വന്നിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ഭയങ്കര, നമ്മൾ ആ ക്ലാസ്സിലേക്ക് അങ്ങ് കയറും, നമ്മൾ അതിലേക്ക് അങ്ങ് ഇഴുകിച്ചേരും. അവരുടെ ആ ഇടപെടൽ, സംസാരം. അപ്പൊ ഉന്മേഷത്തിന്റെ പല ലക്ഷണങ്ങളുണ്ട് നമുക്കറിയാം. ഇപ്പൊ ഒരാളെ കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അവർ ഉന്മേഷം ഉണ്ടോ. ഇതിപ്പം നമുക്ക് ഈ വൈറ്റമിൻസ് കുറയുമ്പോൾ നമ്മൾ ഉന്മേഷം കുറയും. നമുക്ക് പലപ്പോഴും സ്പിരിച്വൽ വൈറ്റമിൻസ് ഇല്ലാത്തത് കൊണ്ട് ഉന്മേഷം ഇല്ല.
എന്നിട്ട് നമ്മളുടെ പ്രധാന പരിപാടി മറ്റൊരാൾ ചെയ്യുന്നത് എന്തോ അതിനെ കണ്ടിട്ട് അതിനെ വിമർശിക്കുക, അതിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനപ്പുറത്തേക്ക് നമുക്ക് സ്വയം ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്തെ ഉന്മേഷമുള്ളവന്റെ പ്രത്യേകത, അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന സന്തോഷം ഉന്മേഷത്തിന്റെ ഒരു ലക്ഷണമാണ്. ഒന്ന്, നമുക്ക് ചിരിക്കാൻ കഴിയുക, ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക, അരഗൻസ് ആയിട്ട് ഇടപെടരുത്. നമ്മുടെ മുഖം കാണുമ്പോഴേ ആളുകൾക്ക് നമ്മളോട് സ്നേഹം തോന്നണം. അതിന് പകരം നമ്മൾ അവരോട് കാണുമ്പോൾ എന്തിനാ ഇവൻ ഈ വന്നത്, ഇവൻ ഒരിക്കലും നന്നാകില്ലാത്ത നിലയിൽ അവനെ നോക്കിയിരുന്നാൽ, അവനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്താ പറയുക, ഒന്ന് നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ നമ്മൾ ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നതിന്റെ അർത്ഥമില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു പദം, റിജോയ്സിങ് ദ ലോർഡ്, ഓൾവേസ് റിജോയ്സിങ് ദ ലോർഡ് എന്ന് പറയും. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയും. എന്റെ ചോദ്യം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ജീവിതത്തിൽ ചെയ്യാൻ പാടാം. എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്ന ആരാണ്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ തകർന്നു പോകുന്ന ഒരു ആത്മീയര്, വളരെ ചെറു പനി വന്നാൽ അവിടെ കൊണ്ട് കർത്താവ് ഇത് എന്നാന്ന് ചോദിക്കുന്ന ആളുകളാണ്. ഒരു പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുക, അല്ലെ 2-3 ദിവസം റെസ്റ്റ് എടുക്കുക, തീരുന്ന കാര്യത്തിന് പോലും നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നവരാണ്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും ഉന്മേഷത്തോടുകൂടെ ദൈവവേലയിൽ, വചന പഠനത്തിൽ, പ്രാർത്ഥനയിൽ, ആരാധനകൾ, ചെറിയ യോഗത്തിലാണെങ്കിലും വന്ന് സന്തോഷത്തോട് 40 എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ, എനിക്ക് ആരാധിപ്പാൻ, ദൈവത്തിന് അങ്ങനെ ഒരു ആത്മീയ താല്പര്യത്തോടെ. ഞാൻ പറഞ്ഞിട്ട്, ഈ താല്പര്യം ഇല്ലാത്തവർ ആരാധനയ്ക്ക് വരരുത്. ഞാനിത് പറഞ്ഞിട്ട് ടിജോ പാസ് അങ്ങനല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ടിജോ പാസ് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താല്പര്യം ഇല്ലെങ്കിൽ നമ്മളോട് ഉള്ള ആളുകളുടെ ഉന്മേഷം കൂടെ കളയും. ചിലർ ഫോൺ വിളിച്ച് പറയും, നീ പ്രാർത്ഥന, ഞാൻ ഇന്ന് പോകുന്നില്ല, നീ പോകുന്നുണ്ട്, എന്നാ പോകാൻ, നമുക്ക് അടുത്ത ആഴ്ച പോകാം എന്ന് പറഞ്ഞ് അവരന്റെ ഉന്മേഷത്തെ കൂടെ കളയുന്ന ആളുകളാണ് പരസ്പരം. അങ്ങനെയാണ്. എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പക്ഷെ ആ സമയത്ത്, എത്ര പേരുണ്ട് ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയുടെ സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും അതേ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും അസൗകര്യം വന്നു, പക്ഷെ ആ സമയത്ത് നമ്മൾ വീട്ടിൽ ഫ്രീ ആണെങ്കിൽ, മറ്റ് എൻഗേജ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ, ആ സമയത്ത് സഭയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മൾ എത്ര പേര് വീട്ടിൽ ഇരുന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? എന്ത് കാര്യം അറിയോ? സ്പിരിച്വലി നമുക്കൊരു ഉന്മേഷമില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളാണ്, ക്ലാസ് ആണ്, എന്നിരുന്നാൽ ഞാൻ ദൈവ നിയമത്തോടൊരു കാര്യം പറയാം. നമുക്കൊരു ആത്മീക ഉന്മേഷമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹവും ഉന്മേഷവും നമുക്കുണ്ടാകും. അല്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത്ര വലിയ അർത്ഥമൊന്നും കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. ഇതിങ്ങനെ ഒഴുക്കിന് അനുസരിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു നിലനിൽപ്പില്ല. നമുക്ക് തന്നെ ഒരു ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ എവിടേക്കോ വിള്ളലുകളും ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കർത്താവിനോട് ഒരിക്കൽ കൂടെ ഒന്ന് അടുത്തു വരാനും, ഉത്സാഹത്തോടെ ദൈവജനം പഠിക്കുക, ദൈവജനം ധ്യാനിക്കുക, ദൈവജനം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, സുവിശേഷം പങ്കുവെക്കുക, സഭയിൽ ചെല്ലുക, ദൈവദാസനുമായി ഒരുമിച്ച് പ്രവർത്തിക്കുക, ഇതൊക്കെ ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം, പിന്നെ ഈ ഉത്സാഹമുള്ള മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാകും കേട്ടോ. ആരോഗ്യം ഉണ്ടാകും. എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇങ്ങനെ അലസരായിട്ടിരിക്കുന്ന മനുഷ്യർക്ക് ശരീരത്തിൽ അവരെപ്പോഴും നിരാശരായിരിക്കും. അവർക്ക് എപ്പോഴും ശാരീരിക പ്രശ്നങ്ങളായിരിക്കും. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടും. അത് ഉത്സാഹമുണ്ടെങ്കിൽ, ഉന്മേഷമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ ദൈവവേല ഉന്മേഷത്തോടെ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പറയാം. 2 തിമോഥെയോസ് 3:1 അതിനോട് ചേർത്ത് പഠിക്കാവുന്നതാണ്. 2 തിമോഥെയോസ് 3:1 തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ആ ഭാഗവും ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ് 4 ഭാഗങ്ങൾ വിടുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ടൈറ്റിലേക്ക് പോകുന്നു, മൂപ്പന്റെ ശുശ്രൂഷകൾ. മൂപ്പന്റെ ശുശ്രൂഷകൾ അഥവാ പാസ്റ്ററുടെ ശുശ്രൂഷകൾ അഥവാ ബിഷപ്പിന്റെ ശുശ്രൂഷകൾ എന്നുള്ളതിലേക്ക് പോവുകയാണ്. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എന്തൊക്കെ ഡ്യൂട്ടിയാണ് പാസ്റ്റർ ചെയ്യേണ്ടത്? അതാ ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഭരണമാണ്. ഭരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് പാലനമാണ്. ഓക്കെ, ഭരണം, പാലനം, പ്രബോധനം, ഈ 3 പദങ്ങൾ. അതിനെ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലൈസ് ചെയ്യാം. ഭരണം, പാലനം, പ്രബോധനം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഭരിക്കുക, പിന്നെ പാലനം നടത്തുക, പിന്നെ പ്രബോധനം. ഇത് 3. ഇതിനെ 3 നമുക്ക് സിംപ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം.
നടത്തുക. ഒന്നാമത്തെ ഡ്യൂട്ടി, പാസ്റ്റർ ഡ്യൂട്ടി നടത്തുക എന്നുള്ളതാണ്. ഈ ഭരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ജനത്തെ, അതിന് ഉദാഹരണമാണ് ഈ പഴയ നിയമം. മോശ മരുഭൂമിയിൽ ഇസ്രയേൽ ജനത്തെ നടത്തുക. എങ്ങോട്ടാണ് നടത്തുന്നത്? വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുക. ആ പ്രയോഗം എപ്പോഴും നമ്മൾ പഠിക്കും. നമ്മൾ നടത്തുന്നത് എങ്ങോട്ടാണ്? വാഗ്ദത്ത ദേശത്തേക്ക്. വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുക. ചെങ്കടൽ കടക്കുന്നു. എവിടെ നിന്ന്? മിസ്രൈമി ആധിപത്യത്തെ തകർത്തുകൊണ്ട് ഇസ്രയേൽ ജനം ചെങ്കടൽ കടക്കുന്നു. പൗലോസ് പുതിയ നിയമത്തിൽ ലേഖനത്തിൽ പറയാണ്, ആ ചെങ്കടൽ കടന്നത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് പൗലോസ് കൃത്യമായി പറയും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പുതിയ നിയമത്തിൽ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഫറവോൻ, ലോകം, ആ ലോകത്തിന്റെ അധീനതയിൽ, പാപത്തിന്റെ അധീനതയിൽ, അന്യാരാധനയുടെ അധീനതയിൽ കിടന്ന മനുഷ്യവർഗത്തെ, മനുഷ്യജനത്തെ സുവിശേഷം കൊണ്ട്, സുവിശേഷത്താൽ എടുത്തുകൊണ്ട് വരിക. ഇവിടെ ഈ ഫറവോന്റെ ആധിപത്യത്തിൽ മോശ കൊണ്ടുവന്നതുപോലെ അവിടെ പെസഹ കുഞ്ഞാടിന് അറുക്കപ്പെടലുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്, അല്ലെ? ആ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരായി ചെങ്കടലിന്റെ കരയിൽ വന്ന ഇസ്രയേലിനെ പോലെ നമ്മൾ എത്തി നിൽക്കുകയും, ചെങ്കടലിൽ കൂടെ ഇസ്രയേൽ കടന്നതുപോലെ മുഴുവൻ സ്നാനത്തിലൂടെ നമ്മൾ ഇപ്പോൾ സ്നാനപ്പെട്ടവരെല്ലാം കയറി നിൽക്കുന്നവിടെ അറിയാം, മരുഭൂ യാത്രയിൽ. ഇസ്രയേലിന്റെ ആ ജീവിതത്തെ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത് അങ്ങനെ തന്നെയാണ് അർത്ഥമാക്കിക്കൊണ്ട്, ദൃഷ്ടാന്തമാക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളിപ്പോൾ മരുഭൂമി ജീവിതത്തിലാണ്. ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മെ നയിക്കാൻ മോശമുണ്ട്, നമ്മെ കരുതാൻ ദൈവമുണ്ട്. നമ്മളെ എങ്ങോട്ടാണ് മോശ നയിക്കുന്നത്, നടത്തുന്നത്? വാഗ്ദത്തത്തിലേക്കാണ്. രണ്ട് വിധത്തിലാണ് വാഗ്ദത്തം പ്രാപിക്കുന്നത്. എങ്ങനെ വാഗ്ദത്തം പ്രാപിക്കുന്നത്? ഒന്ന്, യോർദാനിലൂടെ കടന്നാണ് വാഗ്ദത്തം. മരണത്തിലൂടെയാണ് വാഗ്ദത്തത്തിലേക്കുള്ള ഒരു പ്രവേശനം. രണ്ട്, ജീവനോടിരുന്ന് രൂപാന്തരപ്പെടുക. എന്താണെന്നൊരു ഉദാഹരണം ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് പാലസ്തീന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചല്ല, അല്ലെ ഇസ്രയേലിൽ വെച്ചല്ല. എന്തിനാണ്? യോർദാന്റെ ഇക്കരെ കൊണ്ടുവന്നിട്ട്. അതൊരു ദൃഷ്ടാന്താണ്. യോർദാന്റെ ഇക്കരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ജനത്തിന്റെ മരുഭൂമിയിലെ അവസാനത്തെ ഇടമായ മോവാബ് സമഭൂമിയുടെ അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് യോർദാന്റെ ഇക്കരെ കൊണ്ട് നിർത്തി. നമുക്കറിയാം, ഏലിയാവ് വന്നു, പുതപ്പ് കൊണ്ട് അടിച്ചു, യോർദാനെ വിഭജിച്ചു, അതിന്റെ നടുവിലൂടെ ഇക്കരെ കയറി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ചുഴലിക്കാറ്റ് കൊണ്ടുപോയി. മനസ്സിലായോ? വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ അത് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ രണ്ടു വിധത്തിലും നമുക്ക് വാഗ്ദത്തം. പിന്നീട് ഏലിയാവ് വീണ്ടും ഇവിടെ വരുന്നുണ്ട്, വീണ്ടും പാലസ്തീനിലെത്തുന്നുണ്ട്, അഥവാ ഇസ്രയേലിലെത്തുന്നുണ്ട്. എങ്ങനെ? മരുഭൂമിയിലെ പ്രത്യക്ഷതയിൽ യേശുവും ഏലിയാവും മോശയും, പത്രോസ് പറയാം, നമുക്ക് 3 കുടിലുണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രൂപാന്തരപ്പെടുത്തി വാഗ്ദത്തത്തിൽ കൊണ്ടുവരുന്നു. ഇനി മനുഷ്യയാളുടെ പ്രതിനിധിയായിട്ട് മോശ എടുത്തുകൊണ്ട് മോശ മരണത്തിലൂടെ വാഗ്ദത്തത്തിലേക്ക് വരുന്നു. മരണ യോർദാൻ കടന്നു, ജനം വാഗ്ദത്തത്തിലേക്ക്. ഇതെല്ലാം സിംബോളിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മരുഭൂ പ്രയാണത്തിൽ ഇസ്രയേൽ ആയിരുന്ന അതേ പശ്ചാത്തലത്തിലാണ്, അതേ രീതിയിലാണ്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ദൈവത്തിന്റെ പരിപാലനം നമ്മോട് കൂടെയുണ്ട്. അപ്പം മോശ ഇസ്രയേലിനെ എങ്ങോട്ട് നയിക്കുകയാണ്, നടത്തുകയാണ്? വാഗ്ദത്തത്തിലേക്ക് നടത്തുക. അപ്പൊ ഇടയന്റെ ശുശ്രൂഷ ദൈവജനത്തെ സ്വർഗീയ വാഗ്ദത്തത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ്. അക്ഷരികമായ കനാനല്ല, ആത്മീകമായ സ്വർഗീയ കനാനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നടത്തുന്ന ശുശ്രൂഷയാണ് ആർക്കുള്ളത്? പാസ്റ്റർക്കുള്ളത്, അധ്യക്ഷനുള്ളത്, മൂപ്പനുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. എവിടെ? നീതിയുടെ വഴികളിലൂടെ നമ്മെ നടത്തണം, ഭക്തി മാർഗത്തിൽ നമ്മെ നടത്തണം. അങ്ങനെയാണ് വിശുദ്ധന്മാരെ നടത്തേണ്ടത്. നീതിയുടെ വഴികളിലും ഭക്തിമാർഗത്തിലും നമ്മെ നടത്തണം. ഇനി തിരുവെഴുത്തുകളിൽ അഭ്യാസം സിദ്ധിച്ചവരും പ്രബോധിപ്പിപ്പാൻ സമർത്ഥരുമായ മൂപ്പന്മാർ വേണം നടത്തുവാൻ. മനസ്സിലായോ? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3 വളരെ പ്രധാനപ്പെട്ട
3 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം. അതില് 17-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു, നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ഇപ്പൊ നടത്തുക എന്നുള്ള ആദ്യത്തെ പ്രയോഗമാണ്, നടത്തുക. അപ്പൊ അവരോടുള്ള ഇസ്രയേൽ ജനത്തിന്റെ അഥവാ വിശ്വാസികളുടെ അഥവാ നാം ഓരോരുത്തരുടെയും മനോഭാവം എന്താ, നടത്തുന്നവരുള്ള മനോഭാവം എന്തായിരിക്കണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. നടത്തുന്നവരെ അനുസരിക്കും. ഇത് പലപ്പോഴും പറ്റുന്നേ. ഇന്നലെ എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹം 4-ാം വർഷം ആ ചർച്ചയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഇരുന്ന ദൈവദാസൻ അദ്ദേഹത്തിന് മാറ്റം കിട്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ദേവദാസിയും പറഞ്ഞത്, ഓരോ സഭായോഗവും കഴിയുമ്പോഴും ആ സഭയ്ക്കകത്ത് പലപ്പോഴും ഭയങ്കര വഴക്കാണ്. പലപ്പോഴും പാസ് പേടിച്ചാ നിൽക്കുന്നു. ഞാൻ പഠിപ്പിച്ചൊരു സഹോദരൻ, എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു പ്രയോഗമാണ്, ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് പറഞ്ഞു, സഭായോഗം കഴിഞ്ഞിട്ട് ഞാൻ ആർക്കും കൈ കൊടുക്കാനായിട്ട് പോകത്തില്ല. ഞാൻ മേശയുടെ പുറകിൽ തന്നെ നിൽക്കും. ഇങ്ങോട്ട് വന്ന ആളുകൾ കൈ തരും, പോകും. ഇവരെല്ലാം ചർച്ചിന്റെ കോമ്പൗണ്ട് വിട്ട് കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ചൈന പ്രസംഗിച്ച കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവന്മാർ എൻ്റെ നേരെ തട്ടിക്കയറും, ഇവരെന്നെ ആക്രമിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് പാസ്റ്റർ എന്നോട് ഇതുപോലെ ഞാൻ ഈ ഇരിക്കുന്ന ഇടത്ത് ഞാൻ ഇതുപോലെ ഇരിക്കും. എൻ്റെ ഫ്രണ്ടിൽ മേശയുടെ അപ്പുറത്തിരുന്നോണ്ട് എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ അങ്ങനെ എങ്ങനെയാ സാറേ? അങ്ങനെയാണ് പലപ്പോഴും പോകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പേടിച്ചിട്ട് കാര്യം പറഞ്ഞു. ഞാൻ ചിലപ്പോഴൊക്കെ, അവർ പാഴ്സണില്ല താമസിക്കുന്നത്, ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ സൈക്കിൾ ചെയിൻ വരെ കരുതി വെച്ചിട്ടുണ്ട്. എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് പേടിയാണ്. ഞാൻ ഇടയ്ക്ക് പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ സൈക്കിൾ ചെയിനൊക്കെ ഇപ്പോഴും ഉണ്ടോടാ കയ്യിൽ? അവൻ ഇപ്പൊ കുഴപ്പമില്ല സാറേ, ഞാനതെല്ലാം മാറ്റി. കൊച്ചു പയ്യന, അവരെത്രയും കൊണ്ട് വിശ്വാസം, അവന് പേടിച്ചു പോയി. ഇവര് ഭയപ്പെടുത്തുക. അപ്പോ നടത്തുന്നവരെ എന്ത് ചെയ്യണം? അവർക്ക് കീഴടങ്ങി, ചുമ്മാ കീഴടങ്ങിയപ്പോൾ അനുസരിച്ച് കീഴടങ്ങണം. വളരെ വളരെ കർശനമായി പൗലോസ് പറയാം, നിങ്ങളെ നടത്തുന്നവർ അവരെ നിങ്ങൾ അനുസരിക്കണം. ചുമ്മാ അനുസരിച്ച് കീഴടങ്ങണം. ഭയങ്കര പാടുള്ള ഒരു കാര്യം. എത്ര കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമാകട്ടെ, എത്ര കഴിവുള്ള. കഴിഞ്ഞ ദിവസം എന്നോട് ദേവദാസം പറഞ്ഞു, രസകരമായിട്ട്, ആ സഭയിൽ 3 സഹോദരിമാർ, അവരാ സഭ ഭരിക്കുന്നത്. 3 സഹോദരിമാരാ സഭ ഭരിക്കുന്നത്. അപ്പൊ അവര് അവിടെ ഇരുന്നൊരു പാസ്വേഡ് ചെയ്ത് അനീതിയെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞു, സാറേ ഞാനവിടെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഈ പാസ് പറഞ്ഞിട്ട്, ഈ സൗകര്യമാര് പറഞ്ഞിട്ട് പാസ് അനുസരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാസും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. അപ്പൊ ഇവര് പാസ്റ്ററെ സ്വത്രാഴ്ച ഇടാൻ നേരത്ത്, നമ്മുടെ നാട്ടിൻപുറത്ത് സ്വത്രാഴ്ച ഇടാൻ നേരത്ത് 500 രൂപയ്ക്ക് ഇങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുമെന്ന്, എന്നിട്ട് അത് മടക്കി പേഴ്സി വെച്ചിട്ട് 5 രൂപ എടുത്തുകൊണ്ട് ഇടുമെന്ന്. ഇങ്ങനെ 5 രൂപ എടുത്ത് പൊക്കി കളിച്ച് സഭായത്തിൽ നടന്ന കാര്യമാണ്. സഭായത്തിൽ നമ്മുടെ ടിജോ പാസ്ക്കറിയാം, ആ പറഞ്ഞ ദൈവദാസൻ എന്നോട് പറഞ്ഞ ദൈവദാസൻ ടിജോ പാസ്ക്കറിയാം. അദ്ദേഹം പറയാം, 5 രൂപ കൊണ്ട് കൊണ്ടിടും. പല സ്ഥലങ്ങളിലും പേടിപ്പിക്കുക, പാസ്റ്റർമാരെ പൈസ ഇല്ലെങ്കിൽ തരികയില്ല, അങ്ങനെ ഭയപ്പെടുത്തുക. ഇന്നലെ ഒരു ദേവാസനോട് പറഞ്ഞത്, ഓർഡറുമായിട്ട് പാസ്റ്റർ ചർച്ചിനകത്തോട്ട് കയറി ചെന്നപ്പോഴേ ഓർഡർ കൊണ്ട് ചെല്ലുക, പുതിയ സ്ഥലമാറ്റം. അപ്പൊ അവിടെ ഇരിക്കുന്ന പാസ്റ്റർ മാറുന്നില്ല. അവിടെ ഇരിക്കുന്ന പാസ്റ്റർ രാവിലെ വന്ന് സഭായോഗം നടത്താൻ വേണ്ടി അവിടെ ഇരിക്കുക കസേര. അപ്പൊ ഈ അപ്പച്ചൻ, പ്രായമുള്ള ഒരു അപ്പച്ചന, ആ സെൻട്രലിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ഒരു അപ്പച്ചന, ആ അപ്പച്ചന അപ്പുറത്തെ കസേര വന്നിരുന്നപ്പം അവിടുത്തെ ഒരു വിശ്വാസി, ഒരു സഹോദരൻ, അവൻ ചെന്നിട്ട് ഭയങ്കര വലിപ്പമുള്ളവൻ, ഈ അപ്പച്ചനെ എടുത്തുകൊണ്ട് മുറ്റത്തിന് വെളിയിൽ റോഡാ, മെയിൻ റോഡിൽ കൊണ്ട് ഇരുത്തിയെന്ന് പറഞ്ഞു, നിലത്ത്. ഓർഡർ കൈ പിടിച്ചോണ്ട് അപ്പച്ചനെ എവിടെ ഇരിക്കുക? ഇപ്പൊ മെയിൻ റോഡിൽ ഇരിക്കുക. നടന്ന സംഭവം ഞാനീ പറഞ്ഞു. നടത്തുന്നവരോടുള്ള വിശ്വാസികളുടെ, ഇന്ന് കേരളത്തിലും പല സ്ഥലങ്ങളിൽ നടക്കണം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ വിഷയം. നടത്തുന്നവരെ എന്ത് ചെയ്യല, നമ്മുടെ മുകളിൽ ആരുണ്ടോ അവരെ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നുള്ള ബോധ്യത്തോടെ അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, കർത്താവിന്റെ ദാസനോട് പറഞ്ഞൊരു കാര്യം. ചെന്നപ്പോഴല്ല എല്ലാവരും പറഞ്ഞു, ആ സഹോദരൻ നമ്മളെ അവിടെ ശുശ്രൂഷിക്കാൻ സമ്മതിക്കത്തില്ല, വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്, പക്ഷേ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഈ കർത്താവിന്റെ ദാസന് ശക്തമായി പ്രാർത്ഥിച്ചാണ് അവിടെ ചെന്നത്. എന്നോട് പറഞ്ഞു, 2-3 മാസം ഇവന് ചെറിയ മുറിവുറുപ്പുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ വരുന്നില്ല. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, മാനസാന്തരപ്പെടണം, നല്ല രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകരുതെന്നൊക്കെ ഉപദേശിച്ചു പറഞ്ഞു. പക്ഷെ അവൻ നിഷേധിച്ചു പോയി. 6-ാം മാസം, നമ്മുടെ ദൈവം അങ്ങനെ ശിക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ 6-ാം മാസത്തിൽ
നിന്ന നിപ്പിൽ ഒരു അറ്റാക്ക് വന്ന സഹോദരൻ മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ആ സഭയിൽ എന്നോട് പറയാം, ഇപ്പൊ ഞാൻ അതിനുശേഷം 3.5 വർഷം അവിടെ ഇരിക്കുകയാണ്. ഇന്ന് വരെ ഒരാൾ പോലും ഭാഷക്കെതിരെയോ കമ്മറ്റുകളോ ഒരു അക്ഷരം മിണ്ടുകയില്ല. കാരണം ഒരു ശിക്ഷ കൊണ്ട് ദൈവം അവിടുത്തെ സകല മനുഷ്യനെ എന്ത് ചെയ്തു? നന്നാക്കി. അപ്പൊ ഞാൻ അവരെ ശിക്ഷിച്ചതിന് ദൈവം ശിക്ഷിച്ചു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മാനുഷിക ചിന്തയിൽ കൂടെയുള്ളവരെല്ലാവരും ആ ആ ആ ആ ചർച്ചുമായി ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ശിക്ഷയാണ്. കാരണം എത്രയോ ദൈവദാസന്മാരെ വലിച്ച്, ദൈവദാസൻ അകത്തോട്ട് കയറാൻ പറയുമ്പോൾ വെളിയിൽ നിന്ന് പുറകോട്ട് വലിക്കും, പാസ് അങ്ങോട്ട് വലിക്കും, ഇവൻ ഇങ്ങോട്ട് വലിക്കും. മനസ്സിലായോ? അങ്ങനെ ദ്രോഹിച്ചൊരു മനുഷ്യൻ. അപ്പൊ നമ്മൾ നടത്തുന്നവരെ ഓർത്തിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയാണെന്നോ ഒന്നുമല്ല, എനിക്കറിയാം നിങ്ങൾ നല്ല ദൈവമക്കളാണ്. പക്ഷെ നമ്മുടെ സഭകളിലോ നമ്മുടെ ഇടയിലോ ഒക്കെ അങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ വചനം കൊണ്ട് നമ്മൾ അതിനെ ഖണ്ഡിക്കാനും എതിർക്കാനും തയ്യാറാകണം. അവിടെ പറയാണ് നിങ്ങളെ നടത്തുന്നവരെ അപ്പൊ നടത്തുന്നവർ, അപ്പൊ നടത്തുക എന്നുള്ളതാണ് മൂപ്പന്റെ ശുശ്രൂഷയെങ്കിൽ നടത്തുന്നവരോടുള്ള ആടിന്റെ മനോഭാവം 1 അനുസരിക്കണം, 2 കീഴടങ്ങിയിരിക്കണം. 2 ഇനി അതിന് താഴെയുള്ള വാക്യം, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കും. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷം ചെയ്യുവാൻ ഇടവരുത്തും. 3 നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ അവരെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കണം. ചിലവർ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എന്നോട് ഇത് പറയണ്ട, അങ്ങനെയല്ല. സന്തോഷത്തോടെ ഒരു ശുശ്രൂഷയിൽ ഒരാൾ വരുമ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അത് വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ഏതൊരു കൂട്ടായ്മയിലാണെങ്കിലും വിശ്വാസികൾ ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാകണം. അതാണ് ഇവിടെ പറയുന്നത്. നടത്തുന്നവർ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ല എന്നാ സാറേ പ്രശ്നം? സാറേ ഇപ്പൊ അങ്ങനെ ചെയ്തില്ല. അടുത്ത വാക്യം പറയാം, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല, ഇത് ശരിയാകുകയില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. പൗലോസ് പറയാം അത് നന്നല്ല, അതൊരു വാണിയാ കേട്ടോ. അത് നന്നല്ലെന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ഇടയനായ ഉടയവനായ കർത്താവ്, ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചിരിക്കുന്ന പാസ്റ്റർ, ടിജോ പാസ്റ്റർ അവിടെയുണ്ട്, കോശി പാസ്റ്ററുണ്ട്, മറ്റു സഭ, ഇവരെല്ലാം ഈ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നിൽക്കുന്നത്. സംശയിക്കണ്ട. അവർ ക്രിസ്തുവിന് വേണ്ടി അവിടെ നിൽക്കും. ഇൻസ്റ്റഡ് ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിന് പകരമാണ് അവിടെ നിൽക്കുന്നത്. യേശുവിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ യേശു ഇപ്പൊ ഇറങ്ങി വന്നേച്ച് നിങ്ങളുടെ സഭയുടെ മുമ്പിൽ ഇത് പറയല്ല. പിന്നെ കർത്താവിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, നല്ല ഇടയനായ കർത്താവ് നമ്മെ ഇപ്പോൾ നടത്തുന്നത് താൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇടയന്മാരിലൂടെയാണ്. അപ്പോൾ ഇടയൻ നമ്മെ നടത്തുന്ന ഇടയനോടുള്ള വിശ്വാസികളുടെ 3 മനോഭാവം ഞാൻ പറഞ്ഞു. 1 അനുസരിക്കണം, കീഴടങ്ങിയിരിക്കണം, അവരെ ശുശ്രൂഷ ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം. 4മത്തെ കാര്യം, ഇതൊന്നും നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ്? അത് നിങ്ങൾക്ക് നന്നല്ല, അതൊരു വാണിംഗ് ആണ്. ദൈവം എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾക്കെതിരെ ചെയ്യും. ദൈവത്തിന്റെ നമ്മൾ പറയാം ഭാരമാവും എന്നൊക്കെ പറഞ്ഞ് ശരിയാ. ഇനി ഇടയൻ എങ്ങനെയായിരിക്കണം? അവിടെ പറയാണ് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്, അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം. നമ്മളാണ് കണക്ക് ബോധിപ്പിക്കുന്നത്. തിരിച്ച് ഇടയൻ യജമാനന്റെ അടിയിൽ ചെല്ലുമ്പോൾ യജമാനൻ എണ്ണും, വീട്ടിൽ നിന്ന് പോയ അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയ, കൂട് തുറന്നപ്പോൾ എത്ര എണ്ണം പോയെന്നുള്ള യജമാനൻ അറിയാം. 100 എണ്ണം. അതിലല്ലേ 100 എണ്ണം പോയ വഴിക്ക് 99 കൂടെ ഉണ്ട്, ഒരെണ്ണം നഷ്ടപ്പെട്ടു. തിരികെ പോകുന്നതിന്റെ കാരണം അറിയാമോ? ഇവൻ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഇടയന് കണക്ക് കൊടുക്കണം. ടിജോപാസെ, നമ്മൾ ദേവദാസന്മാരെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത്ര പേരെ നിനക്ക് തന്നു, അവരെന്തിയെ എന്ന് ചോദിച്ചാൽ അവരുടെ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഈ ദാവീദും ഒക്കെ ഒത്തിരി ആടുകളെടുത്തുനിന്ന് ഒരാടിനെ ഏതെങ്കിലും ഒരു 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 ഹിംസ്ര ജന്തു, സിംഹമോ കരടിയോ വന്ന് പിടിച്ച ഉടനെ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. 10 ഒരെണ്ണം പോയതല്ലേ, അത് പോയത് പോട്ടെ എന്ന് പറയാം. അതിന്റെ കാരണം അറിയാമോ? ഇവൻ ചിലതിനെ സിംഹത്തെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഓടിച്ചെന്നിട്ട് സിംഹം കടിച്ചു കൊണ്ടുപോകുന്ന ആടിനെ ഇവർ കയറി പിടിക്കും, ഇടയം പിടിക്കും, അവന്റെ പ്രാണനെ നോക്കാതെ പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. എന്ന് പറഞ്ഞാൽ ആ സിംഹമാണെങ്കിൽ കരടിയാണെങ്കിൽ ഹിംസ്ര ജന്തു എന്ത് ചെയ്യും? അങ്ങോട്ട് വലിക്കും, ആ വന്യജീവി അങ്ങോട്ട് വലിക്കും, ഇവരിങ്ങോട്ട് പിടിച്ച് അവസാനത്തിൽ മിക്കവാറും ഒക്കെ ആടും ചാകും. പക്ഷെ ഈ പിടിവലിക്കിടയ്ക്ക് ഒന്നെങ്കിൽ കാലോ കയ്യോ ഈ ആടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇടയന്റെ കയ്യിൽ ഉണ്ടായിരിക്കും.
അതിന്റെ കാരണം അറിയും. യജമാനൻ ചോദിക്കുമ്പോ ഇടയൻ പറയും, യജമാനനെ, ഒരു സിംഹം വന്ന് നമ്മുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചു, ഒരെണ്ണത്തിനെ കൊണ്ടുപോയി. ഞാൻ പുറകെ ഓടി, ഞാൻ ഒത്തിരി ശ്രമിച്ചു, രക്ഷിക്കാൻ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് കിട്ടിയത് ദേ ഈ അവശിഷ്ടം മാത്രമാണ്. അത് കാണിക്കണം, അപ്പം മാത്രം യജമാനൻ വിശ്വസിക്കും. അതാണ് കണക്കെന്ന് പറയുന്നത്. തിരികെ ആടുമായി ചെല്ലുമ്പോ ആട് എത്ര എണ്ണം ഉണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യം കണക്കുണ്ട്. കാരണം ഇറങ്ങിപ്പോരുമ്പോ ആ ആടിനൊത്തവണ്ണമുള്ള കല്ലുകൾ ഒരു ഭാഗത്ത് അവർ മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തിരികെ കയറുമ്പോൾ ഓരോ കല്ലും തിരികെ എണ്ണും. അന്ന് 1 2 3 എണ്ണുന്നില്ല, തിരികെ എണ്ണുക. അവസാനം കല്ലുകൾ മിച്ചം വന്നതിന്റെ അർത്ഥം ഈ ഇടയൻ അവിശ്വസ്തനായി പോയി. തന്ന ആടുകളെ സൂക്ഷിക്കാൻ ഇടയന് കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടയനാണ് കണക്ക് കൊടുക്കുന്നത്, സെക്രട്ടറി അല്ല. ഇടയൻ, നടത്തുന്നയാൾ കണക്ക് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് കീഴ്പ്പെടണം, കീഴ്പ്പെട്ടേ പറ്റൂ. ഞാൻ എപ്പോഴും പറയും, ഒരു പാസ്റ്റർ, അദ്ദേഹം ഒരുപക്ഷെ നമ്മളത്രയും പ്രാപ്തി കാണത്തില്ല, കഴിവ് കാണത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പഠിക്കണം, ആ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ, ആ മേശയുടെ പുറകിൽ ആ വേദിയിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന മനുഷ്യൻ സംസാരിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്, യേശുവിന് പകരമാണ്. അദ്ദേഹം അവിടെ നിന്ന് എന്നോട് പറയുന്നത് എൻ്റെ കർത്താവിന് എന്നോട് പറയാനുള്ള കാര്യമാണ്. അദ്ദേഹം എന്നെ ശാസിക്കുന്നത് എൻ്റെ യേശുവിന് എന്നോട് പറയാനുള്ള ശാസനയാണ്. അദ്ദേഹം എന്നെ അടിക്കുന്നത് യേശു എനിക്ക് തരാനുള്ള അടിയാണ്. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് യേശുവിന്റെ സ്നേഹമാണ്. ആ നിലകളിൽ വേണം നമ്മൾ ഇടയനെ കണക്കാക്കാൻ. അപ്പൊ ഇടയൻ നടത്തുന്ന ഇടയനോടുള്ള മനോഭാവവും ഞാൻ ഇവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഇനി അതിന്റെ 24-ാമത്തെ വാക്യം, 24-ാം വാക്യം, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. അപ്പൊ നിങ്ങളെ നടത്തുന്നവർ എന്ന അടുത്ത പ്രയോഗം, അവരെ എന്ത് ചെയ്യണം? അവർക്ക് വന്ദനം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അവരോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടാൻ, അവരെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. വന്ദനം ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഇടയനോട് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, അവരെ ബഹുമാനിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആ നടത്തുക എന്നുള്ള 3-ാമത്തെ പ്രയോഗമാണ്. 7-ാം വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. കണ്ടോ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? നടത്തിയവരെ ഓർക്കണം. ഏതാണ്ട് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെ. ഏതാ? നടത്തിയവരോടുള്ള നടന്നവരുടെ മനോഭാവം പറഞ്ഞു അല്ലെ. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ആ പ്രയോഗങ്ങൾ ആവർത്തിക്കാം. 1, നിങ്ങൾ അനുസരിക്കണം. 2, കീഴടങ്ങണം. 3, ശുശ്രൂഷകൾ സന്തോഷത്തോടെ ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുക്കണം. 4, നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യണം. 5, അവരെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നമ്മളെ നടത്തിയവരെ ഓർക്കണം, അവരെ കരുതണമെന്ന് അതിന്റെ അർത്ഥം. അവരെ കരുതണം, അവരുടെ ആവശ്യങ്ങളെ അറിയണം, അവരുടെ സാഹചര്യങ്ങളെ അറിയണം, അവരെ ഓർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം അവർ കഴിക്കുന്നുണ്ടോ, നമ്മൾ വസ്ത്രം മേടിക്കുമ്പോൾ ഓർക്കണം അവർക്ക് വസ്ത്രം ഉണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഫീസ് കൊടുക്കുമ്പോൾ ഓർക്കണം, പാസ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുത്തോ, അവരെ ഓർക്കണം. നിങ്ങൾ നല്ലൊരു യാത്ര ചെയ്യുമ്പോൾ ടൂർ പോകുമ്പോൾ ഓർക്കണം, പാസ ഇവിടെ അവരുടെ കുഞ്ഞുങ്ങൾ പോയി, നമുക്ക് അവരെ കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം, നിങ്ങളൊരു യാത്ര പോകണം, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിക്കാം. അതാ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ, നിങ്ങൾ എന്ത് നന്മ അനുഭവിച്ചാലും ആ സമയത്തൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ആരെയാണ്? നിങ്ങളെ നടത്തിയവരെ. നിങ്ങളെ ദൈവവചനം ചുമ്മാ നടത്തിയവരല്ല, വാടാ പോടാന്ന് പറഞ്ഞ് നടത്തിയവരല്ല, ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ മറന്നു പോകരുത്, അവരെ ഓർക്കണം. ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നടത്തുക എന്നുള്ളതാണ് ശുശ്രൂഷയെങ്കിൽ നടത്തിയവരെ ഓർക്കുക, അല്ലെ നടത്തിയവരോടുള്ള മനോഭാവം എന്തായിരിക്കണം എന്ന് കൃത്യമായി പറയുന്നു. ഒരിക്കൽ കൂടെ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂപ്പന്റെ ശുശ്രൂഷകൾ അഥവാ പാസ്റ്ററുടെ ശുശ്രൂഷകൾ, ഇടയന്റെ ശുശ്രൂഷകളിൽ ഒന്നാമത്തത് ആടിനെ നടത്തുക എന്നുള്ളതാണ്. എങ്ങോട്ട് നടത്തണം? അവരെ ലോകത്തിന്റെ കീഴിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവരായി, പഴയ നിയമത്തിൽ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിന്റെ അറുക്കപ്പെടലോടുകൂടി ആ രക്തം കൊണ്ട് മുദ്ര വെച്ച് അവർ ചെങ്കടൽ കടന്നതുപോലെ സ്നാനത്തിലൂടെ മറുകര കയറി വാഗ്ദത്ത ദേശത്തിലേക്കുള്ള 40 ആണ്ടുകളുടെ മരുഭൂപ്രയാണം പോലെ ഇന്ന് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഓരോ ദൈവത്തിനും മരുഭൂപ്രയാണത്തിലാണ്. ആ മരുഭൂപ്രയാണത്തിൽ നമ്മളെ മോശ ഇസ്രായേലിനെ നടത്തിയ പോലെ
നമ്മെ നടത്തേണ്ടതിന് ദൈവമാക്കി വെച്ചിരിക്കുന്ന അധ്യക്ഷന്മാർ, മൂപ്പന്മാർ, പാസ്റ്റർമാർ അവരെങ്ങോട്ടാണ് നമ്മെ നടത്തുന്നത്? അവർ നമ്മെ നടത്തുന്നത് വാഗ്ദത്ത ദേശത്തേക്കാണ്. അക്ഷരീയമായ കനാനിലേക്ക് മോശ നടത്തിയതുപോലെ നമ്മെ ആത്മീയ കനാനിലേക്ക് അഥവാ സ്വർഗീയ കനാനിലേക്ക് ഇവർ നടത്തുകയാണ്. ഈ വഴിയിൽ അവസാന ഒരു വർഷം മരണത്തിലൂടെയാകാം നാം യോർദാനിലേക്ക് പ്രവേശിക്കുക, അല്ല എങ്കിൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടിയാകാം നാം വാഗ്ദത്ത കനാനിലേക്ക് എത്തുന്നത്. ഈ യാത്രയിൽ നമ്മെ നടത്തുക എന്ന ശുശ്രൂഷ ചെയ്യുന്നവരെ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അവരോടുള്ള നമ്മുടെ മനോഭാവം. അതിൽ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17, 24, 7 ഈ 3 വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട്, ഒന്ന്, നടത്തുന്നവരെ ആളുകൾ അവരോട് അനുസരണമുള്ളവരായിരിക്കും, അനുസരിക്കണം. 2, കീഴടങ്ങിയിരിക്കണം. 3, ശുശ്രൂഷകൾ സന്തോഷത്തോടെ ചെയ്യാൻ അവരെ അനുവദിക്കണം. 24-ാം വാക്യം, അവരെ വന്ദനം ചെയ്യണം അഥവാ അവരെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. 7-ാം വാക്യം, അവരെ നമ്മൾ ഓർക്കണം, അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ. ഈ 5 കാര്യങ്ങളാണ് നടത്തുന്നവരോടുള്ള ബന്ധത്തിൽ ആടുകൾ പാലിക്കേണ്ട തത്വങ്ങൾ എന്ന് പൗലോസ് അവതരിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ഇതിലേക്ക് വരികയാണ്. അപ്പൊ ഒന്ന് നടത്തുക എന്നുള്ളതാണ്. അപ്പം ആരാണ് ഇടയൻ? ആടുകളെ നടത്തണം. മൂപ്പൻ ആടുകളെ, അത് അവരുടെ ശുശ്രൂഷയാണ് കേട്ടോ. രണ്ടാമത്തെ ശുശ്രൂഷ മേയ്ക്കുക എന്നുള്ള ശുശ്രൂഷയാണ്. മേയ്ക്കുക. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, നടത്തുന്നിടത്ത് ദൈവവചനം പ്രസംഗിച്ച് വേണം നടത്താൻ. അതിനൊരു അടുത്തൊരു പാഷന്മാർ പാലിക്കേണ്ട കാര്യമുണ്ട്. ദൈവവചനം പ്രസംഗിച്ച് വേണം അവരെ എന്ത് ചെയ്യാൻ, നടത്താൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ നടത്തുന്നത്? ഇതിന് കണക്ക് കൊടുക്കണം. മനസ്സിലായോ? കണക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ജാഗരിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് നടത്തണം. അപ്പൊ ഒന്ന്, ദൈവവചനം പ്രസംഗിച്ച് നടത്തണം. 2, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് അവരെ എന്ത് ചെയ്യണം, നടത്തണം. കണ്ടോ? ഓക്കെ. പിന്നെ മൂന്നാമത് പറയുകയാണ്, നിങ്ങൾ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ നടത്തുന്നവൻ വിശുദ്ധരായിരിക്കണം, അനുകരിക്കാൻ കഴിയുന്നവരായിരിക്കണം. ഒക്കെ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രയോഗം മേയ്ക്കുക എന്ന പ്രയോഗമാണ്. മേയ്ക്കുക എന്ന പ്രയോഗം, പുതിയ വിശ്വാസികളെ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുത്ത് മേയ്ക്കണം മൂപ്പന്മാർ. 1 പത്രോസ് 2:2. എഫെസോസിലെ മൂപ്പന്മാരോട് പൗലോസ് പറയുന്ന ഉപദേശമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. ഇനി പത്രോസ് 1 പത്രോസ് 5-ന്റെ 2, 3 വാക്യങ്ങൾ, ആ വാക്യങ്ങളിലും നമുക്ക് മേയ്ക്കുക എന്ന പദവുമായി ബന്ധപ്പെട്ട ചിന്തകൾ കാണാം. ഈ 3 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് പറയാം. ഓക്കെ. മേയ്ക്കുക അല്ലെ? 1 പത്രോസ് 2:2. പത്രോസിന്റെ ലേഖനം, 1 പത്രോസ് ലേഖനം 2:2. അങ്ങനെ വായിക്കാം വാക്യം, നമുക്ക് എല്ലാവർക്കും അറിയാതെ മാത്രം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കണ്ടോ? അപ്പൊ മേയ്ക്കുമ്പോ പുതിയ വിശ്വാസികൾ, ആട്ടിൻ കുഞ്ഞുങ്ങളും, അവരെ എങ്ങനെ മേയ്ക്കണം? അതായത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ, വചന കാറ തീർന്ന് വചന പാൽ കൊടുക്കും. കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് വചന ശുശ്രൂഷ പാടില്ല. കൃത്യമായി നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പാൽ കൊടുക്കും, എവിടെ നിന്ന് കിട്ടുന്നതെല്ലാം മേടിച്ച്. കഴിഞ്ഞ ദിവസം എന്നോടൊരു ദൈവദാസി പറഞ്ഞു, സാറേ, ഞങ്ങളുടെ അച്ചായൻ ഞായറാഴ്ച പ്രസംഗിക്കുന്ന മുഴുവൻ യൂട്യൂബിൽ നിന്ന് പ്രസംഗം കേട്ടിട്ട് കുറിച്ചെടുക്കുന്ന ദൂതുമായിട്ടാണ് പോകുന്നത്. പുള്ളി യൂട്യൂബ് വചനം വായിക്കണ്ട, ധ്യാനിക്കണ്ട, പഠിക്കണ്ട, യൂട്യൂബിലെ പ്രസംഗം അതിൻ്റെ മെയിൻ പോയിന്റുകൾ കുറിച്ചെടുക്കുക, നേരെ അതുപോലെ എന്ത് ചെയ്യുക, പ്രസംഗിക്കുക. അപ്പൊ ദൈവദാസി പറഞ്ഞു, അതായത് ഭാര്യ പറയാണ് ഭർത്താവിനെ കുറിച്ച്, നമ്മൾ എവിടെ നിന്ന് കിട്ടുന്ന അതും ഇതുമല്ല. വ്യാജന്മാർ ഒത്തിരി ഉണ്ട്, ഒത്തിരി വ്യാജം പറയുന്നവർ ഒത്തിരി പേരുണ്ട്. വ്യാജ ഉപദേശം പറയുന്നവരുണ്ട്, വചനത്തെ കൂട്ടിക്കളഞ്ഞ് പറയുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ നടുവിൽ മായമില്ലാത്തത് കൊടുക്കണം. മായമില്ലാത്തത് കൊടുക്കണേ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം? മായമില്ലാത്തത് കുടിക്കണം. ടേസ്റ്റ് ചെയ്തൊരു സാധനം മാത്രമേ നമുക്ക് കൊള്ളാമെന്ന് പറയണമെങ്കിൽ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യണം. വചനം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ആർക്ക് കൊടുക്കാൻ?
അടുത്ത ആളുകൾക്ക് കൊടുക്കാൻ. അപ്പൊ കുഞ്ഞുങ്ങളോടെന്ന പോലെ വചനം പറഞ്ഞു കൊടുത്ത് അവരെ മേയ്ക്കണം. മേയ്ക്കുന്നത് മേയ്ക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഒരർത്ഥത്തിൽ. അവരെ നമ്മൾ ആട്ടിൻകൂട്ടത്തെ മേച്ചൽപ്പുറങ്ങളിൽ മേയ്ക്കാനായിട്ട് കൊണ്ടുവിടുക. വടിയും കോലും ഒക്കെ ഉണ്ട്. പലരും പറയാറുണ്ട് ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ ഇതൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാത്തന്നെ കാണും. ആ ഭക്ഷണം ഉള്ള സ്ഥലങ്ങളിലേക്കാ കൊണ്ടുപോകുന്നത്. കൃത്യമായ സ്വസ്ഥത. 23 സങ്കീർത്തനം അതാ ഇടയന്റെ മനോഭാവമാണ്. ഇടയൻ എങ്ങനെയാണ് ആടുകളെ മേയ്ക്കുന്നത്, അല്ലെ? യഹോവയുടെ ഇടയനാന്ന് എനിക്ക് മുട്ടുണ്ട്. ആടിന് ഒരു മുട്ടും പറ്റത്തില്ല. പിന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളം, അല്ല കലങ്ങി മറിഞ്ഞ വെള്ളത്തിലേക്കല്ല, പച്ചയായ പുൽപ്പുറം, നല്ല പച്ചപ്പുള്ള പുൽപ്പുറങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകും. വടിയും കോലും എനിക്ക് ആശ്വാസമായി. എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പല രീതിയിലാണ് ആ വാക്യം മുഴുവൻ. മേയ്ക്കുക, മേയ്ക്കുക. കുരിലിന്റെ താഴ്വരയിലൂടെ ഒക്കെ നമ്മൾ പോകും. പക്ഷെ അവിടെ എല്ലാം ഞങ്ങളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്, അല്ലെ? അപ്പോ മേയ്ക്കുക. ഇനി പത്രോസിലേക്ക് നമുക്ക് വരാം. സോറി, അപ്പോസ്തല പ്രവൃത്തി 20-28 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-28 വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പൗലോസ് പറയാണ്, എഫെസോസിലെ മൂപ്പന്മാരോട് പറയാം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. സൂക്ഷിച്ചുകൊള്ളാൻ പറയും. അപ്പൊ മേയ്ക്കണം. എങ്ങനെയാണ്? സ്വന്തം രക്തത്താൽ ആരാണ് ഇതിന്റെ ഉടയവൻ? ഉടമസ്ഥൻ ആരാണ്? യേശു. എങ്ങനെയാണ് ഇതിനെ വില കൊടുത്ത് വാങ്ങിയത്? എങ്ങനെയാണ് ഈ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് യേശു സമ്പാദിച്ചത്? സ്വന്തം രക്തം കൊടുത്ത്, പ്രാണം കൊടുത്ത് നേടിയതാണ് നമ്മളെ ഓരോരുത്തരെയും. എന്നിട്ട് ആ പ്രാണം കൊടുത്ത് നേടിയവരെയാ മേയ്ക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോ അങ്ങനെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ ആരാണ് നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ചത്? നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച IPC അല്ല, ചർച്ച കോഡല്ല, ഏരിയ അല്ല. പ്രശ്നം അതാ. ഈ അധ്യക്ഷരുടെ സഭക്കാർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് അടി നടക്കുന്നത്. മനസ്സിലായി പറഞ്ഞു? പകരം നിങ്ങളെ ആരാക്കി വെക്കണം? പരിശുദ്ധാത്മാവ്. ഇവിടെ പറയാം, പരിശുദ്ധാത്മ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളീൻ. മേയ്ക്കുന്ന ആളെന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളണം. അതിന്റെ കാരണം, താൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, താഴേക്ക് വായിക്കുന്നുണ്ട് പല കാര്യങ്ങളും. വിവരയുടെ ഉപദേശവുമായി വരും. അപ്പൊ ഇവയ്ക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം. വേണ്ട ഭക്ഷണം. ദുരുപദേശവുമായിട്ട് വരും. ഇവയെ കടിച്ചു കീറുന്ന കൊടി വന്നാൽ പുള്ളി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ നിൽക്കുന്നത്. പക്ഷെ ഇവൻ ചെന്നാൽ ഇവ കടിച്ച് കീറിക്കൊണ്ട് പോകാനായിട്ടാണ്. അതല്ലേ ഇപ്പൊ ചില ചർച്ചകളിലേക്ക് വരും, കൊടിയ ചെന്നായ്ക്കളെ വരുന്നത്. ഈ വരുന്നവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് 2-3 ശുശ്രൂഷ കഴിയുമ്പം ഒരാളിനെ കടിച്ചുകൊണ്ട് അവനങ്ങ് പോകും അവന്റെ വീട്ടിലോട്ട്. അവൻ അവിടെ പോയി വേറെ സഭ എന്ത് ചെയ്യും? തുടങ്ങും. നമ്മുടെ ആടിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്, കടിച്ചുകൊണ്ട് പോവുക. അപ്പൊ കൊടിയ ചെന്നാക്കൾ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുക. അപ്പൊ ദൈവദാസന്മാരെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. നമ്മളെ ആക്കി വെച്ചത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിന് നമ്മെ മുന്നോട്ട് നയിക്കാൻ കഴിയും, ഗൈഡ് ചെയ്യാൻ കഴിയും, നമ്മളെ ലീഡ് ചെയ്യാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ഓക്കെ, മേയ്ക്കുക എന്നുള്ള പദമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പത്രോസിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വന്നാൽ, പത്രോസിന്റെ ലേഖനം പത്രോസ് 5:2-3 വായിക്കുകയാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കും. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. അപ്പൊ ഈ ആട്ടിൻകൂട്ടം അങ്ങനെ ദൈവം പറയാ, പൗലോസ് പറയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം ആരുടെയാണ്? യജമാനിയുടെ. വീണ്ടും ആവർത്തിക്കുക, അത് ദൈവത്തിന്റെയാ. ടെജോ പാസ്റ്റർ, എന്റെയോ കോശി പാസ്റ്റർ അല്ല, പിന്നെ പാസുമാരുടെ അല്ല, പിന്നെ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്. അവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അവരെ മേയ്ക്കണം. എങ്ങനെ? നിങ്ങളുടെ വിചാരണയിൽ. അപ്പൊ തന്നെ രസമാ. കാരണം ഇവരെ കുറിച്ച് വിചാരിക്കാനും വിചാരണ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവരെ നിയന്ത്രിക്കാനും മുന്നോട്ട് നയിക്കാനും ആരെയാണ് ഏൽപ്പിച്ചത്? നിങ്ങളെ. ഇപ്പോൾ അവിടെയുള്ള ദൈവസഭ, സോറി, കാനഡയിലുള്ള ദൈവസഭയെ, അവിടെയുള്ള വിശ്വാസികളെ, ഈ ഗ്രൂപ്പിൽ പഠിക്കുന്നവരെ നിങ്ങളെ മേയ്ക്കാൻ, നിങ്ങളെ വിചാരണ ചെയ്യാൻ, നിങ്ങളെ നന്നായി നടത്താൻ, നിങ്ങളെ മേയ്ക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് നിങ്ങളുടെ മേലെ അധ്യക്ഷന്മാരായ ദൈവദാസന്മാരെയാണ്. ആ സഭയിലെ ദൈവദാസന്മാരെ, ടിജോപാസൻ ശുശ്രൂഷകന്മാരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ നിങ്ങളെ നടത്തണം, നിങ്ങളെ മേയ്ക്കണം. അതാണ് വചനം പറയുന്നത്. അവർ മാത്രമേ നിങ്ങളെ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നവരാണ്, നിങ്ങൾ നടക്കേണ്ട വഴി അഭ്യസിപ്പിച്ചു തരുന്നവരാണ്. അവരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അവിടെ പറയാ, ഇനി
ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളു. നിർബന്ധത്താലല്ല, നിർബന്ധം കൊണ്ട് ചെയ്യരുത്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു, ദൈവത്തിന് ഹിതമാവണ്ണം ദൈവഹിതമനുസരിച്ച് ശുശ്രൂഷിക്കണമെന്ന്, ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന്, ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടു കൂടിയല്ല. കണ്ടോ, പല നമുക്കറിയാം മക്കളെ, കർത്താവിന്റെ ദാസനൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ. ദ്രവ്യാഗ്രഹമാണ് ജീവിതത്തിലെങ്കിൽ ഏതൊക്കെ നിലയിൽ നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ മാർക്കറ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ ഭൂതം ഉറക്കുന്നത് പിടിക്കുക, മനസ്സിലായി പറഞ്ഞ രോഗികളെ സൗഖ്യമാക്കുന്നത് പിടിക്കുക, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക, പരിപാടി നടത്തുക, ഇവിടെ കാണി നിൽക്കുക. നമ്മൾ കോടികളുടെ വരുമാനമുള്ളവരും ഒക്കെ ആയിട്ട് നമ്മൾ മാറും. പ്രിയപ്പെട്ടവരെ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദ്രവ്യാഗ്രഹം ഉള്ളവരല്ലെന്നതിന്റെ തെളിവാണ് നമ്മൾ യൂട്യൂബിൽ വിടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതൊക്കെ പ്രസംഗങ്ങളാണ്, വചനമാണ്. ചിലര് വിമർശനം മാത്രം പറയുന്നതിന്റെ കാരണം എന്താണ്? അവരത് അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുന്നൊന്നുമല്ല. പിന്നെ അവന് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാൻ അതേ വഴിയുള്ളൂ. എന്തിനാണ് സഭകളുടെ പ്രശ്നങ്ങൾ എടുത്തിട്ട് ഇവന്മാര് ഫേസ്ബുക്കിലും യൂട്യൂബിലും അലക്കുന്നത്? എന്തിനാ അറിയും? വ്യൂവേഴ്സ് കൂടി അവന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല വേറെ വലിയ ഗുണമുണ്ടായിട്ടൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശുശ്രൂഷയെ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തോടു കൂടിയാണ്. പിന്നെ ഉന്മേഷത്തോടെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്ത് മാതൃകളായതുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. കർത്തൃത്വം നടത്തുക എന്നുള്ളതല്ല, അത് കർത്താവിൻ്റെയാണ്. അധ്യക്ഷനായിരിക്കുക എന്നുള്ളത്, അവരെ മേയിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 4-ാം വാക്യം പാസ്റ്റർമാരെ നമുക്കുള്ള വാക്യമാണ്. എന്തെന്നറിയാമോ? എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അടുത്ത അവണ്ണ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയാം. അവിടെ വരെ താഴേക്ക് നിങ്ങൾ വായിക്കണം. അപ്പോ നമുക്കൊരു കിരീടമുണ്ട്. ഈ കഷ്ടതകൾക്ക് അപ്പുറം കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കൊരു കിരീടമുണ്ട് എന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ ബലം. ആ ഒരു ഉറപ്പാണ് നമ്മുടെ ബലം. ഓക്കെ, ക്ലാസ് സമയം മുന്നോട്ട് പോയോട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് 2 കാര്യങ്ങൾ, ഇപ്പൊ മൂപ്പന്റെ ശുശ്രൂഷകളിൽ 2 കാര്യം പറഞ്ഞു: നടത്തുക, മേയ്ക്കുക. 3-ാമത്തത് പരിപാലിക്കുക എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. കഴിയുമെങ്കിൽ എനിക്ക് ഒരു ക്ലാസ് കൊണ്ടോ അല്ല 2 ക്ലാസ് കൊണ്ടോ നമുക്ക് ഈ ഭാഗം തീർക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിപാലിക്കുക എന്നുള്ള ഭാഗം ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.